ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു യുവ ക്രിസംഗി പള്ളിയിലച്ചനെ കുറിച്ചാണ്. ഈ പള്ളിയിലച്ചനെ കുറിച്ച് കുറച്ചു കാലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷെ ഞാനെന്നുണ്ടല്ല, ഈ ചങ്ങായി ഇത്രമാത്രം ഭയങ്കരമായ ആളാണെന്ന് ഒരിക്കലും ധരിച്ചിരുന്നില്ല. ഈ ചങ്ങായിന്റെ മനസ്സിലുണ്ടല്ല, ശരിക്കും പറഞ്ഞ ക്രിസംഗിയേക്കാൾ എന്തിനു പറയുന്നത് കെവിൻ പീറ്ററിനെക്കാളും വിഷമാണ്. അത്രമാത്രം വിഷമാണ് ഈ യുവ ക്രിസംഗി പള്ളിയിലച്ചന്റെ മനസ്സിൽ. നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പം നമ്മൾ മലയാളികൾ ഏകദേശം 99% മലയാളികളും ഒറ്റക്കെട്ടായിട്ട് ആ സിനിമക്കെതിരെ അണിനിരത്തിന്. പക്ഷെ ആ സമയത്തും ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ വൈദികൻ എന്ന് പറഞ്ഞ ഈ ചങ്ങായി നമ്മളെ മലയാളികളെ മൊത്തം ഒറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഈ ചങ്ങായി സ്വന്തം സമുദായത്തെ ക്രൈസ്തവരെ ഒറ്റിയ ചങ്ങായിയാണ്. ഇപ്പൊ നമ്മളെ മലയാളികളെ മൊത്തത്തിൽ ഈ ചങ്ങായി ഒറ്റിക്കളഞ്ഞു. ഞാൻ എന്തായാലും ബാക്കി പറഞ്ഞതിന് മുമ്പേ ഈ വൈദികൻ എന്ന് പറഞ്ഞ ഈ ചങ്ങായി പറഞ്ഞ കുറച്ച് വാക്കുകൾ കേട്ടാലോ? കേരള സ്റ്റോറി 2 ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. കേരള സ്റ്റോറി വീണ്ടും നമ്മുടെ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നു, അത് അല്പം കൂടിപ്പോയി. ചില സിനിമകൾ റിലീസാകുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുകയും ചില സിനിമകളെ വിമർശിക്കുകയും റിലീസ് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. എന്തായാലും സിനിമ റിലീസാവട്ടെ, അതുവരെ കാത്തിരിക്കാം. പക്ഷേ ഈ സിനിമയോടനുബന്ധിച്ച് ചില രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പൊള്ളത്തരങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും. ശരിയാണ്, മലയാളികൾ ബീഫും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കും. പക്ഷേ പന്നിമാംസം കഴിക്കുന്നവരുമില്ലേ? എന്തുകൊണ്ടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി പന്നിമാംസം എന്ന് എഴുതാതിരുന്നത്? ആരെയെങ്കിലും ഭയന്നിട്ടാണോ? ഇനി പന്നിമാംസം ഇവിടെ ആരും കഴിക്കുകയില്ല എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമ കാണണം. അതിൽ പന്നിമാംസ കച്ചവടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടായിരിക്കും പന്നിമാംസം എന്ന് മനഃപൂർവ്വം എഴുതാതിരുന്നത്? അദ്ദേഹത്തിന് അറിയാം, ആ പേര് എഴുതിയാൽ താൻ അടുത്ത വർഷം നിയമസഭയുടെ വാതിൽ കാണാൻ സാധ്യതയില്ലെന്ന്. അത്രയ്ക്കും ഭയക്കണം ഇവിടുത്തെ വോട്ട് ബാങ്കിനെ. പക്ഷേ ഇവിടെയുള്ള ഹിന്ദുക്കളിൽ ചിലരെങ്കിലും കഴിക്കാത്ത ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോൾ അവരുടെ മതവികാരത്തെ അത് വ്രണപ്പെടുത്തുന്നില്ലേ? അത് ഒരു പ്രശ്നമേ ഇല്ല. കാരണം അവർക്കറിയാം, അവർ ഒന്നിച്ചു നിന്ന് ഒരു വോട്ട് ബാങ്കായി രൂപപ്പെടുകയില്ല. അതുതന്നെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. കപ്പ വെന്തോന്നും പാത്രം കഴുകാനും കേക്കുകളുമായിട്ട് അവർ നമ്മുടെ വീടുകളിലേക്ക് വരും. പക്ഷെ മനസ്സിലാക്കിയിരിക്കണം നമ്മളെ ഒറ്റുകൊടുക്കുന്നവരെ. എന്താ അവസ്ഥ അല്ലെ? ഇത്രയും വിഷമുള്ള ഒരു വൈദിക വേഷധാരിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതും ഇത്രയും ചെറുപ്പത്തിൽ. ഇയാളെ കുറച്ചും കൂടി വളർന്നാണ്ടല്ല നമ്മളെ വിശകല പോലും തോറ്റുപോകും. എനിക്ക് പറയാനുള്ളത് നല്ലവരായ ക്രൈസ്തവരോടാണ്. നിങ്ങൾ ഒറ്റുകൊടുക്കുന്ന ഒരാളെ ഇതിൽ കൂടുതൽ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ സംസാരിച്ച ചങ്ങയേക്കാളും നല്ലൊരു ഉദാഹരണം അതിനി ലോകത്ത് വേറെ കാണിച്ചു തരാൻ കഴിയില്ല. എന്റെ അച്ഛോ, കേരളത്തിലെ അരമനയിലോട്ട് കേക്കും ബിസ്ക്കറ്റിലായിട്ട് വരുന്ന ഒരേ ഒരു കൂട്ടറെ ഈ കേരളത്തിലുള്ളൂ. അത് സംഘികളാണ്. അതേ സംഘികളാണ് ഉത്തരേന്ത്യയിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള ഓരോരോ ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലുന്നത്. അല്ലാതെ വേറെ ഒരു കൂട്ടരും അരമനയിലിട്ട് കേക്കും ബിസ്ക്കറ്റായിട്ട് വരാറില്ല അച്ചോ. പിന്നെ നിങ്ങൾ പറഞ്ഞു സിനിമ ഇറങ്ങട്ടെ, സിനിമയുടെ ട്രെയിലർ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളൂ, സിനിമ ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് പറയാം. ഹായ്, കേൾക്കാൻ എന്താ രസമല്ല ഈ വൈദികൻ അങ്ങനെ പറയുമ്പോ. ഈ പറഞ്ഞ ഇതേ ടീമാണ് ഒരു മാസം മുന്നേ ഹാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈനികത്തിന്റെ ഹാൽ സിനിമയിലെ ആ സിനിമ ഇറങ്ങിയപ്പം അത് ക്രൈസ്തവരെ വിശ്വാസത്തെ വേദനിപ്പിക്കുന്ന പറ്റി അത് സ്റ്റേ ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് പോയത്. അപ്പോഴീ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ പോയി എന്റെ അച്ഛോ. അത് മാത്രമോ, നമ്മളെ ലൂസിഫർ വന്നപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാക്കി. നമ്മളെ ജോജു ജോർജിന്റെ ആന്റണി എന്ന് പറഞ്ഞൊരു സിനിമ വന്ന് ആ സിനിമക്കും ഇതുപോലെ പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി. എന്തിന് കുറച്ചു കാലം മുന്നേ ജയസൂര്യന്റെയും ആദർശാന്റെയും ഈശോ എന്നൊരു സിനിമ വന്ന് ആ സിനിമക്ക് ഈശോ എന്ന് പേരിട്ടേന് എന്തൊക്കെ കുഴപ്പങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ആ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ലല്ലോ, ആ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെയല്ലേ എന്റെ വൈദിക വേഷധാരി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ല ഇമാരി പൊട്ടത്തരം വന്നിട്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കല്ല കേട്ടാ വൈദിക വേഷധാരി. ഈ പൊട്ടത്തരം വിടുത്ത് എവിടെ പോയി അടിക്കണം എന്നറിയാം. ക്രിസംഗികളും സംഘികളും മാത്രം ഇരിക്കുന്ന സ്ഥലമില്ലേ, അവിടെ പോയിട്ട് ഇമാതിരി പൊട്ടത്തരം അടിച്ചു വിട്ടോ. അവരങ്ങ് വിശ്വസിക്കും. കാരണം അവരെ പോലത്തെ പൊട്ടന്മാർ വേറെ ഇല്ലല്ലോ. അവരോട് ഇങ്ങനെ അടിച്ചു വിട്ടോ. അല്ലാണ്ട് വിവരം ബോധമുള്ള ആൾക്കാർ ഇരിക്കുന്നവർക്ക് ഇമാതിരി പൊട്ടത്തരം പറഞ്ഞാല് നല്ലത് തിരിച്ചു കിട്ടും കേട്ടാ. വയറ് നിറയെ തിരിച്ചു കിട്ടും. പിന്നെ നമ്മളെ വൈദിക വേഷധാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ, നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ അകത്ത് പന്നിന്ന് എഴുതിയിട്ടില്ല പോലും. പന്നിന്ന് എഴുതാത്താണ് ഈ ചങ്ങായിക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ചങ്ങായി, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും പന്നി കഴിക്കാൻ പാടില്ല, പന്നി വിൽക്കാൻ പാടില്ല ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടി ഒന്ന് കാണിച്ചതാ. നിങ്ങൾ കഴിക്കുന്നതിന്റെ കഴിച്ചോ, നമ്മൾ കഴിക്കില്ല, നമുക്കത് ഇഷ്ടമല്ല, നമുക്കത് കഴിച്ചുകൂടാന്ന് മാത്രമല്ലേ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ആരും കഴിക്കാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല, അതിന്റെ വീട്ടിന്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഏതെങ്കിലും ഒരു മുസ്ലിം എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സാധനത്തിന്റെ മുകളിൽ എന്തിനാണ് വൈദിക ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ട് പോകുന്നത്? ഉത്തരേന്ത്യയിൽ തന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ ആക്രമിക്കുന്ന സംഖ്യക്കെതിരെ ഒരര അക്ഷരം പോലും മിണ്ടിയില്ലെങ്കിലും മുസ്ലിങ്ങൾ ഇടക്കിടക്ക് കുത്താൻ വേണ്ടി നമ്മൾ ഈ വൈദിക വേഷധാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായ സന്തോഷമാണ് മൂപ്പർക്ക്. ഭാവിയിലെ നമ്മൾ വിശകല അവാർഡ് ഉണ്ടല്ലോ, വേറെ എവിടെയും പോണ്ട, ഇവിടെ ഈ ചങ്ങായിന്റെ നേരെ പോയത് എല്ലാ അവാർഡും, ഒരു കൊല്ലത്തെ അവാർഡല്ല, ഈ ചങ്ങായി ജീവിച്ചിരിക്കുന്നവരെയുള്ള എല്ലാ അവാർഡും, വിശകല അവാർഡും ഈ ചങ്ങായിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ഇലക്ഷനിൽ പേടിക്കുന്നത് പന്നിന്ന് അതിനകത്ത് എഴുതാതിരുന്നേന്ന്.
ഞാൻ ഈ പറയാൻ പോകുന്നത് ക്രൈസ്തവരെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടാ. പക്ഷെ ഈ വൈദിക വേഷധാരി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇയാൾക്കൊരു മറുപടി അതിന് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എല്ലാ ക്രൈസ്തവരും എന്നോട് ക്ഷമിക്കുക. എന്റെ ചങ്ങായി, ഇലക്ഷനിൽ നമ്മളെ സമുദായത്തിൽപ്പെട്ട ഇത്ര ആൾക്കാരെ നിർത്തിയില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാ കൊച്ചിയിലെ മേയറാക്കില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് മാത്രമോ നമുക്ക് കേരളത്തിൽ ഇത്ര ശതമാനം സ്ഥാനാർത്ഥികളെ എന്തായാലും വേണമെന്ന് ചടിക്കുന്നത് ആരാണ്? ഇതൊക്കെ നിങ്ങളല്ലേ വൈദിക? ഇത്രയും കാര്യം സ്വന്തം മതത്തിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? കുറച്ചെങ്കിലും ഉളുപ്പ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോ ഹിന്ദുവിന്റെ മതവികാരം എന്താ വ്രണപ്പെടുമെന്ന്. ഞാനൊരു ഹിന്ദുവാണ്, എന്റെ വിശ്വാസവും ബീഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി വൈദികം പഠിച്ച് ഏതെങ്കിലും ക്ലാസ്സിൽ ബീഫും ഹിന്ദുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? എന്റെ വൈദിക, നിങ്ങൾക്കില്ല പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന എല്ലാട്ടും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നേരെ ശാഖയിലേക്ക് വിടുക. RSSന്റെ ശാഖയിൽ അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് പറ്റിയത്. എനിക്കൊന്നും നിങ്ങൾക്കിട്ടില്ല, വഴിതെറ്റിട്ട് നിങ്ങൾ വൈദികനായി പോയതാണ്. നിങ്ങൾ ശരിക്കും പോകേണ്ടത് അങ്ങോട്ടല്ല, നിങ്ങൾ നേരെ പോകേണ്ടത് RSS ശാഖയിലാണ്. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം. അതുകൊണ്ടുണ്ടല്ല സംഘികളെ സുഖിപ്പിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടാ. സുഖിപ്പിക്കല് ലേശം കുറച്ച് സുഖിപ്പിക്കുക. അതായത് സ്വന്തം സമുദായത്തിൽ സ്വന്തം നാടിനെ വരെ ഒറ്റിയിട്ട് സംഘികളെ സുഖിപ്പിക്കുമ്പോൾ അതത്ര നല്ല കാര്യമില്ല. അത് എപ്പോഴും കാര്യമില്ല. കർമ്മ എന്ന് പറഞ്ഞ പോലെ തിരിച്ചു കിട്ടുമ്പോഴല്ല കൂടെ ഒരാൾ ഉണ്ടാവില്ല വൈദിക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളിട്ട് ഈ വൈദിക വസ്ത്രമില്ലേ, ഈ വസ്ത്രത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് എപ്പോഴെങ്കിലായിട്ട് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പഠിക്കുക കേട്ടോ. അതായത് വർഗീയതൊന്നും മനസ്സിൽ വെക്കാതെ നല്ലവനായിട്ടൊന്ന് സംസാരിക്കാൻ പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഹിന്ദുവിന്റെ കാര്യം നോക്കാൻ വേണ്ടി ആയിരക്കണക്കിന് സംഘടനകൾ രാവിലെ മുതൽ പാതിരാത്രി വരെ ഈ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന് അതിന്റെ അടുക്ക് വൈദികൻ അതിന് ഹിന്ദുവിനെ നോക്കാൻ വേണ്ടി, ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് സമയം കളയില്ല കേട്ടോ. ആ ഹിന്ദുവിന് വേണ്ടി സമയം കളയുന്ന സമയത്തുണ്ടല്ല നേരെ മണിപ്പൂരിലേക്കോ ഗുജറാത്തിലേക്കോ UP-യിലേക്കോ ഒറീസയിലേക്കോ ഒരു യാത്ര പോകും. ഇതേ വൈദിക വസ്ത്രം ധരിച്ചു കേട്ടാ. ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു യാത്ര അങ്ങ് പോയിട്ട് പോവാ. നല്ല രസമായിരിക്കും. UP-യിലും മണിപ്പൂരിലും പോയി കഴിഞ്ഞിട്ടില്ല നല്ല രസമാണ് ഈ വസ്ത്രം ധരിച്ചിട്ട് പോകാൻ വേണ്ടിട്ട്. അവിടെ പോയിട്ടുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ല, ഈ വൈദിക വസ്ത്രം ധരിച്ചുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് പോവാ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിട്ട് അവിടുത്തെ സംഘികൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരണം കേട്ടോ. അത് മാത്രമല്ല അവിടുത്തെ സംഘികൾ ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാൻ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഉപകാരമില്ലേ. അവർക്ക് പ്രാർത്ഥനയ്ക്ക് സ്ഥലമില്ലെങ്കിൽ ആ സ്ഥലമെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഘികളില്ലേ. അവരെ കുറിച്ചൊക്കെ വാചാലമായിട്ട് നിങ്ങൾ നമ്മളോടൊന്ന് സംസാരിക്കണം കേട്ടോ. അപ്പൊ എല്ലാ നല്ലവരായ ക്രൈസ്തവരോട് ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങളെ വേദനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ഒന്നല്ലട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ചങ്ങായിനെ പോലെ നിങ്ങളെ ഒറ്റുന്ന, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഒറ്റുന്ന ആൾക്കാരെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നിങ്ങൾ ഇന്ന് ഇതുപോലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് ഒറ്റപ്പെടുത്തില്ലെങ്കിൽ അത് നിങ്ങളെ കൂടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇയാളൊക്കെ വളർന്ന് പന്തലിക്കും. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇനിയും വൈദിക വേഷധാരി കുത്തിത്തിരിപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ വിശകലയെ തോപ്പിക്കാൻ വേണ്ടി വിശകല അവാർഡിനോട് ശ്രമിക്കുന്ന ഈ വൈദിക വേഷധാരിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.